ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് വൻ വിജയം നേടുകയും കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാഗഠബന്ധൻ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും ഭാവി രാഷ്ട്രീയ വെല്ലുവിളികൾ ചർച്ച ചെയ്യാനുമായി കോൺഗ്രസ് അടിയന്തര നീക്കങ്ങൾ ആരംഭിച്ചു. മത്സരിച്ച 61 സീറ്റുകളിൽ കേവലം 6 മാത്രം വിജയിച്ച് ഏറ്റവും മോശമായ പ്രകടനമാണ് ബീഹാറിൽ കോൺഗ്രസ് കാഴ്ചവെച്ചത്. ഈ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യത്തിന്റെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രമായ പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഉന്നത ഭാരവാഹികളുടെ നിർണായക അവലോകന യോഗം കോൺഗ്രസ് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. 202 സീറ്റുകൾ നേടി NDA വൻ വിജയം കുറിച്ചപ്പോൾ മഹാഗഠബന്ധൻ സഖ്യത്തിൽ RJD 25 സീറ്റുകൾ നേടിയ സ്ഥാനത്ത് കോൺഗ്രസ് വെറും 6 സീറ്റുകളിൽ ഒതുങ്ങി. പ്രതിപക്ഷത്തിന്റെ ഈ ദയനീയ പ്രകടനം വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പോലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ അതീവ ഗൗരവത്തോടെ കാണാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചു. ബീഹാറിൽ SIR നടപടികൾ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരെ ഒഴിവാക്കി ലിസ്റ്റ് ഇല്ലാതാക്കുകയാണെന്ന് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം. ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നവംബർ 18 ഇന്ദിരാഭവനിൽ വെച്ചാണ് കോൺഗ്രസ് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുന്നത്. AICC ചുമതലക്കാർ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മേധാവികൾ, കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി നേതാക്കൾ, സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. SIR നടന്നുകൊണ്ടിരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിലവിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുക എന്നതാണ് യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. ബീഹാർ മാതൃകയിൽ ഇന്ത്യ മുഴുവൻ SIR നടപ്പിലാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി നിലവിൽ ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ 12 ഇടങ്ങളിലാണ് SIR നടക്കുന്നത്. പോൾ ബോഡി വാദിക്കുന്നതനുസരിച്ച് കുടിയേറ്റം നടത്തിയതോ മരിച്ചുപോയതോ ആയ വോട്ടർമാരെ നീക്കം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യം. ഈ 12 ഇടങ്ങളിലെയും 5.99 കോടി വോട്ടർമാരിൽ 95% പേർക്കും നിലവിലുള്ള SIR പ്രകാരം ഫോമുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന പേരിൽ നടക്കുന്ന SIR നടപടി പ്രതിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണോ എന്ന സംശയമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത്. ബീഹാറിലെ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ആശങ്ക കൂടുതൽ ശക്തമായി. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും SIR നടപടികൾക്കെതിരെ കോൺഗ്രസ് പ്രാദേശിക ഘടകങ്ങൾ നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചിരുന്നു. പട്ടികയിൽ കൃത്രിമം കാണിച്ച വോട്ടവകാശം നിഷേധിക്കപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ച് യോഗത്തിൽ വിശദമായ ചർച്ച നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട നിയമപരവും രാഷ്ട്രീയപരമായ നടപടികളും യോഗം ആസൂത്രണം ചെയ്യും.